ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഉച്ചയ്ക്ക് ലഞ്ചിനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ട റൈസാണ്. എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മുട്ട റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്താൽ മതിയാവും, ഏതായാലും മതി. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഫ്ലെയിം നല്ലതുപോലെ ലോയിൽ വേണം വെച്ചിരിക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. ഒരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ടയെല്ലാം തീരെ ഇങ്ങനെ പൊടിയായിട്ട് പോകും, അത് പാടില്ല. കുറച്ച് വലിയ പീസായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്, എങ്കിൽ മാത്രമേ ഈ മുട്ട നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നല്ല മഞ്ഞ കളറിൽ നമ്മുടെ മുട്ട ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാം. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 5 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തുള്ള മുട്ടച്ചോറൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇച്ചിരി വലിയ പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്ന പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തേക്കണം. ഇതിപ്പോൾ ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്, അതുകൂടി ചേർക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമ്മളിതെല്ലാം ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഒരു വലിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൂടി ചേർക്കാം. നമുക്കിപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതെല്ലാം നമുക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരല്പം ബീൻസ് കൂടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ മാത്രമേ ബീൻസ് എടുത്തിട്ടുള്ളൂ. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ ബീൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ട് കിട്ടണം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ വഴറ്റിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസാലകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിക്ക് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ആ ഒരു രീതിയിൽ വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കാതെയാണ് വഴറ്റിയെടുക്കുന്നത്. ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ഞാനിപ്പോൾ യെല്ലോയും ചുമപ്പും പച്ച കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് തന്നെ മതിയാവും. ഞാൻ കുറച്ച് കളറാകാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളിത് ഫസ്റ്റിലേ ക്യാപ്സിക്കം ചേർക്കാതിരുന്നു വെച്ചാൽ ഇത്രയും ടൈം കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വഴണ്ടിട്ട് കുഴഞ്ഞു പോകും, അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ തന്നെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചോറാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിൽ റൈസ് എടുത്തിട്ടുണ്ട്. വേവിക്കാത്ത റൈസ് 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അതാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം ആവശ്യമോ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബസ്മതി റൈസിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീര റൈസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡൊപ്പി അരി എടുക്കാം, പൊന്നിയരി, ഇതൊക്കെ നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ആ ചോറ് തന്നെ മതിയാവും. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ട കൂടി ചേർക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലി വേണ്ടത് ഒരു പകുതി നാരങ്ങയാണ്. അപ്പോൾ ആ നാരങ്ങ നീര് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മൾ ഈ നാരങ്ങ നീര് മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഷമീസ് കിച്ചൻ്റെ ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്.